ജീവിതത്തിനും പാളത്തിനുമിടയിൽ വീണുപോയ ശബരിമല തീർത്ഥാടകന് രക്ഷകരായി കേരള പോലീസ്. കോട്ടയത്തിനും ഏറ്റുമാനൂരിനുമിടയിൽ ട്രെയിനിൽ നിന്നും താഴെ വീണ ആന്ധ്ര സ്വദേശിയാണ് ഗാന്ധിനഗർ പോലീസ് ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നത്. ഗുരുതരമായി പരിക്കേറ്റ തീർത്ഥാടകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇക്കഴിഞ്ഞ 6-ന് രാത്രി 11 മണിയോടെയാണ് ശബരിമല തീർത്ഥാടകനെ കാണാനില്ലെന്നറിയിച്ച് റെയിൽവേ പോലീസ് കോട്ടയം ഗാന്ധിനഗർ പോലീസിനെ വിവരമറിയിച്ചത്. 11 മണിക്കാണ് ഇവിടെ കോള് വരുന്നത്. RPF എന്നൊരു കോള് വന്നു. ഇങ്ങനെ കന്യാകുമാരി വിവേക് എക്സ്പ്രസ്സിൽ നിന്ന് ഒരാൾ താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഏരിയയാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പം ഇവിടെ പോലീസുകാരെല്ലാം ഡ്യൂട്ടിക്ക് പുറത്തായിരുന്നുകൊണ്ട് GD ചാർജ്, അതുപോലെ സ്റ്റേഷനിലെ റൈറ്റർ ദിലീപ് വർമ്മ, 2 പോലീസുകാർ, ഇവർ 2 ബൈക്കിലായിട്ട് സ്പോട്ടിലോട്ട് പോയിട്ട് ഇവർ ആദ്യം പറഞ്ഞ സൈറ്റ് ചെന്നപ്പോഴത്തേക്കും അവിടെ അല്ലയെന്ന് മനസ്സിലായി. പിന്നെ കുറച്ചധികം ദൂരം ടോർച്ച് അടിച്ച് ട്രാക്കിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കിടക്കുന്നതിലേക്ക് കണ്ടെത്തിയത്. സ്റ്റേഷൻ ഓഫീസറുടെ നിർദ്ദേശം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെല്ലാം അപകട സ്ഥലത്തേക്ക് തേടിയിറങ്ങി. കുറച്ച് ദൂരത്തപ്പുറം ഇയാൾ കിടക്കുമായിരുന്നു, രക്തത്തിൽ കുളിച്ച് നിലയിലായിരുന്നു. അപ്പം തലയുടെ പുറകുഭാഗം പൊട്ടിയിട്ട് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ തന്നെ കൂടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തെടുത്ത് ഞങ്ങൾ തല പൊത്തി പിടിച്ചു. പിന്നെ എടുത്തുകൊണ്ട് വന്നാൽ കൂടുതൽ അപകടം പറ്റും, എല്ലുകൾ എല്ലാം കുത്തിക്കയറാനിടയുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ അതിനു വേണ്ടിയിട്ട് സാറിനെ വിളിച്ച് പറഞ്ഞു. സാറ് അപ്പം തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്തു. സാറും അവിടെ വന്നു, ആംബുലൻസ് വന്നു. ആംബുലൻസിൻ്റെ സ്ട്രെച്ചറിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഒടുവിൽ റെയിൽവേ പോലീസും സ്ഥലത്തെത്തി. അതിൽ നമ്മുടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലുള്ളവരും നമ്മുടെ റെയിൽവേ പോലീസുകാരും RPF ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഈ ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയാണ് വീണതെന്ന് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അത് കിട്ടിയതുകൊണ്ടും പിന്നെ അവിടുത്തെ ആ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസുകാരായതുകൊണ്ട് അവർക്കും അവിടുത്തെ ആ വഴിയും റോഡൊക്കെ നല്ലവണ്ണം അറിയാമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അവരുടെ സുരക്ഷിതമായ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമായത് അതുകൊണ്ടാണ്. വീഴ്ചയിൽ തലയൊട്ടി തകർന്ന ലക്ഷ്മണൻ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ സുഖം പ്രാപിച്ചു വരികയാണ്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.